ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് പുലർച്ചെ പുറപ്പെടുന്നത് നമ്മുടെ കോട്ടയത്തുള്ള ആമ്പൽപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ്. മലരിക്കൽ ആമ്പൽപ്പാടം. കുറേ നാളെ എല്ലാവരും പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഒന്ന് കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു ദിവസം അങ്ങനെ ഇറങ്ങിയതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നേരം പുലർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വഴിയെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അങ്ങനെ നേരം വെളുത്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്കിതുപോലെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പോകാൻ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഒന്ന് പോയി നോക്കണം എങ്ങനെയുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഓരോ കാഴ്ചകളാണ്. അത് എത്ര മനോഹരമാണെന്ന് നേരിട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ലൊരു അനുഭവമാണ് നമുക്കത്. ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ, നമുക്കെപ്പോഴും പോകാൻ പറ്റുന്ന നമ്മുടെ അടുത്തായത് കാരണം എങ്ങനെയും നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അനിയത്തിയുടെ കാറുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. കാലിച്ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. നമ്മളിങ്ങനെ പതുക്കെ ആ സ്ഥലമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാ ബോട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെയും കുറച്ചും കൂടി പോയാലാണ് നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലമുള്ളത്. കുറച്ചും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ അതോ വണ്ടികളൊക്കെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. വെളുപ്പിനെ വന്നാലാണ് ഈ കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സമയം കഴിയും. അങ്ങനെ നമ്മൾ വണ്ടി പതുക്കെ ഒതുക്കാൻ സ്ഥലം നോക്കണേന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണ് ഒതുക്കാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന്, നല്ല തിരക്കും ഉണ്ടായിരുന്നു. വന്നിറങ്ങിയ പാടെ തന്നെ അവിടെ ആമ്പലിൻ്റെ കെട്ടൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് വെച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ കെട്ട് വാങ്ങി കൈ പിടിച്ച് അങ്ങനെ നമ്മളിത് പതുക്കെ ബോട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കണേന്ന് എല്ലാവരും. കുറേ ബോട്ടുകളുണ്ട്, ആൾക്കാർ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ടിട്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളിത് പതുക്കെ മുന്നോട്ട് നടക്കണേന്ന്. നമ്മളിതാ ബോട്ടിലേക്ക് കയറാൻ പോകണേണ് ഓരോരുത്തരായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ആദ്യം ഓടിക്കയറി, മഞ്ഞ ഷർട്ട് ഫസ്റ്റ് പോയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് പോവാതിരിക്കരുത്. ആൾക്കാർ എത്താൻ പറ്റണ നിങ്ങളെല്ലാവരും എത്തി അതൊക്കെ ഒന്ന് കാണുക. രണ്ട് സൈഡിലൂടെയും ആമ്പലിൻ്റെ ഇടയിലൂടെ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാമോ? നമുക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴയും പെയ്തപ്പോൾ ഒന്നും കൂടി ഭംഗിയായി. അപ്പോൾ ആ മഴയൊക്കെ നനഞ്ഞാൽ ഞങ്ങളതൊക്കെ ആസ്വദിച്ച് പോയത്.
ഇതാ എൻ്റെ അനിയത്തി ആമ്പലൊക്കെ പറിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ പറിക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും കാണാനും എല്ലാം നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് അതാണ്ട മഴ പൊടിഞ്ഞ് പൊടിഞ്ഞ് പിന്നെ നല്ലോണം അങ്ങോട്ട് വന്ന് അതും നല്ലൊരു രസമായിരുന്നു. ആ ബോട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി ഇങ്ങനെ ആമ്പലിൻ്റെ നടുവിൽ മഴയൊക്കെ കൊണ്ടിരിക്കുന്നത് നല്ലൊരു രസമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതാ നല്ല തിളച്ചോണ്ടിരിക്കുന്ന കൊണ്ടെന്ന് വെച്ചിട്ട് കുറേ നേരവും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കണായിരുന്നു ആ മീൻ കറി. ബ്രാല് കറിയാണ് കേട്ടോ അത്. പിന്നെ വെള്ളയപ്പവും ഉണ്ടായിരുന്നു, കൂന്തളുണ്ടായിരുന്നു, പിന്നെ കപ്പ, അതുകൂടാതെ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ എല്ലാം കൂടി കൂട്ടി ഞങ്ങൾ നല്ലൊരു രാവിലെ നല്ല അസൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികളും ഒക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണ്. അവിടെ നിന്ന് പോകുന്ന ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ കട ഉള്ളത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് തന്നെ. എല്ലാവരും നല്ല നല്ല ഹെവി ആയിട്ട് കഴിച്ചു ഭക്ഷണങ്ങളൊക്കെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ സംഭവങ്ങളും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്